ടീം. ചിന്തിക്കുക, 1 lakhൽ നിന്ന് 1 lakh ഇൻവെസ്റ്ററിന് ചന്ദനത്തിനും ഷോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ, ചന്ദനം മുറിക്കുമ്പോഴും അതിൽ നിന്ന് കൊണ്ട് ഷെയർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻവെസ്റ്റർ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ റിട്ടേൺ വേണ്ടത് അതനുസരിച്ചാണ്. ഞാൻ പറയും, ഒരു 10 lakh ഓൺവേർഡ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം they are very 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 lucky. കാരണം ഇനി ഇത്രയും റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് തന്നെ ഇല്ലെന്നുള്ളത് ശങ്കരി കൈവച്ച് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. That's the power of, that is the utility of Justpaid Real Estate Management. അപ്പോ ഓക്കെ, നമ്മൾ പറഞ്ഞു, അപ്പൊ കേവലം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കോട്ടേജിന്റെ പാർട്ണർ ആകാൻ പറ്റുന്ന ഒരു അവസരം. അങ്ങനെ ഈ ഒരു അവസരം തരുന്ന കമ്പനി മാനേജ്മെന്റിന് ഇന്നേ വരെ നിരവധി അനവധി അവാർഡുകൾ, നിരവധി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രൊജക്ട് വരാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. പലപ്പോഴും പല ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാനിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അത് വരുന്നു, പ്രൊജക്ട് ഡിസൈൻഡ് ആണ്, അങ്ങനത്തെ കഥയൊന്നുമല്ല കേട്ടോ. ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് റെഡി ടു റൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആദ്യം അല്ലെ, ഇതിന്റെ പത്ര കട്ടിങ്സുകളാണ് ഓരോന്നോരോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അനീസാർ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരാം. നിരവധി അനവധി അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് ജസ്റ്റ്പെയ്ഡിന്റെ ഈ ഒരു യാത്ര കുതിക്കുന്നത്. ആദ്യമായി മന്ത്രി VN വാസവന്റെ കയ്യിൽ നിന്നും ഏറ്റവും മികച്ച ഒരു ഇ-കോമേഴ്സ് കമ്പനികൾ അവാർഡിൽ നിന്ന് തുടങ്ങി കൈയടിക്കണം. നെക്സ്റ്റ്, ഏറ്റവും നല്ല കൃഷിക്കുള്ള ഒരു അവാർഡ് നമ്മുടെ കൃഷി മന്ത്രി പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കാൻ സാധിച്ചു. യെസ്, അങ്ങനെ 25 വർഷം, ശ്രദ്ധിക്കണേ, 25 വർഷം പൂർത്തീകരിച്ച് സിൽവർ ജൂബിലി കഴിഞ്ഞ് ഡയമണ്ട് ജൂബിലിയിലേക്കുള്ള യാത്രയിൽ സിൽവർ സ്പൂൺ എന്ന പേര് മാറ്റി ഡയമണ്ട് സ്പൂൺ എന്ന പ്രഖ്യാപനവുമായി 25 വർഷത്തെ സേവനമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അവാർഡ് ചിത്രാമാൻ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. നമുക്കറിയാം, ഏറ്റവും പോലീസ് മേധാവിയായിട്ടുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ കയ്യിൽ നിന്നും ബിസിനസ് എക്സലൻസ് അവാർഡ് നേടാൻ നമുക്ക് സാധിച്ചു. ഒപ്പം ആദ്യമായി 2024 ചന്ദന കർഷക കൂട്ടായ്മ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ SWGFW ചിതറിക്കിടന്ന ചന്ദന കർഷക കൂട്ടായ്മക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന് ദീപികയുടെ വക ടൂറിസം PWD മിനിസ്റ്റർ റിയാസിന്റെ കയ്യിൽ നിന്നും ജസ്റ്റ്പെയ്ഡിന് ആദരവ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രൊജക്ട്, നമുക്ക് പാർക്കാൻ ചന്ദന തോപ്പുകൾ എന്നുള്ള ആ ഒരു പ്രൊജക്ടിന്റെ ആ ഒരു കല്ലിടൽ ചടങ്ങ് KTC ചെയർമാൻ ശശി സാറാണ് നിർവഹിച്ചത്. ആ ഒരു ചിത്രമാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഒപ്പം കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം, ലോകത്തിലെ കേരളത്തിൽ നിന്നുള്ള ഉദയശില്പം, ആക്ടർ മെഗാസ്റ്റാർ, നമ്മുടെ അവരുടെ പ്രിയപ്പെട്ട കൈരളി TV ചാനലിലെ ചെയർമാൻ കൂടായിട്ടുള്ള മമ്മൂക്കടയിൽ നിന്നും വീണ്ടും ഒരു എക്സലൻസ് പുരസ്കാരം കൂടി ജസ്റ്റ്പെയ്ഡിനാണ്. യെസ്, നിരവധി അനവധി MP-മാരുടെ കയ്യിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ കമ്പനിക്ക് സാധിച്ചു. അങ്ങനെ കേരളത്തിൽ ജസ്റ്റ്പെയ്ഡിന്റെ പുതുചരിത്രം രൂപീകരിച്ച് 2025 കേന്ദ്രത്തിൽ നിന്നും ചിരാഗ് പാസ്വാനിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ കോടീശ്വരൻ യൂസുഫ് അലിയുടെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇത് അഭിമാനത്തോടെ പറയാം. അന്ന് ആ ചടങ്ങിന് ശേഷം, അവിടെ നിന്ന് റെക്കമെൻഡേഷൻ ലഭിച്ചതിന് ശേഷം, ഇന്ന് കേരളത്തിലെ ജസ്റ്റ്പെയ്ഡിന്റെ സക്സസ്ഫുൾ യാത്രയിലൂടെ NIRDC എന്ന ഡിവിഷനിലെ കേരളത്തിന്റെ നിയുക്ത ഇൻഡസ്ട്രി ട്രേഡ് കമ്മീഷണർ എന്ന ചുമതലയോടെ നൽകിക്കൊണ്ട് ആ അവാർഡ് കരസ്ഥമാക്കാൻ ജസ്റ്റ്പെയ്ഡിന്റെ മാനേജിംഗ് ഡയറക്ടറിന് സാധിച്ചു. നമുക്കറിയാം, മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ലാലേട്ടന്റെ കയ്യിൽ നിന്നും അമ്മയുടെ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടൂറിസം കമ്പനിക്കുള്ള